ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സിലിട്ടുമാസ്. മൈ ഡിയർ സ്വത്തുക്കുട്ടികളെ, കുറച്ചധികം പേരുടെ കമൻറ്റ് കണ്ടിട്ടാണ് ഞാൻ ഈ മൂവി ഡൗൺലോഡ് ചെയ്യുന്നത്. ബിഗ് വേൾഡ് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ഒരു ചൈനീസ് മൂവി. അത് ഒരുപാട് പേര് എന്തൊക്കെയോ പറയുന്നുണ്ട് ഈ സിനിമയെക്കുറിച്ച്. എന്തായാലും ഒരു ഫീൽ ഗുഡ് മൂവിയല്ലേ, കണ്ടു കളയാം. വൈകിട്ട് ഉറങ്ങുമ്പോൾ കാണുകയാണെങ്കിൽ മെല്ലെ മെല്ലെ ഏതെങ്കിലും ഭാഗം എഴയുമ്പോൾ അവിടെ വെച്ച് കണ്ണടച്ച് ഉറങ്ങാന്ന് വിചാരിച്ചു. പണ്ടാരം ഉള്ള ഉറക്കവും പോയി കിട്ടി. നല്ല ത്രില്ലേഴ്സ് സിനിമകൾ മാത്രമേ ഞാനിങ്ങനെ കണ്ണടയ്ക്കാതെ കണ്ടിരുന്നിട്ടുള്ളൂ. എന്നാൽ ഇത് ഒരു ഡ്രാമ മൂവി, ഇമോഷണലായി വളരെയധികം ടച്ച് ചെയ്ത് പിടിച്ചിരുത്തി കൊണ്ടുപോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതിലെ നായകന്റെ അഭിനയം അതെടുത്തു പറയേണ്ടതാണ്. എന്തായാലും കാണാത്തവർ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ ഈ നായകനെക്കുറിച്ചും സിനിമയെക്കുറിച്ചൊക്കെ ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. ജീവിതത്തിൽ മിസ്സാക്കാൻ പാടില്ലാത്ത ഒരു അപൂർവ മുത്താണിത്. ഇനിയും പൊക്കി പറയുന്നില്ല. ഇതിന് തന്നെ 5300 അയാൾ തരാനുണ്ട്. ബാക്കി ബാലൻസ് തന്നിട്ടാവട്ടെ ബാക്കി. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോൾ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു പയ്യൻ ഇങ്ങനെ ടെറസിൽ നിന്നുകൊണ്ട് ചുറ്റുമുള്ള കെട്ടിടങ്ങളൊക്കെ നോക്കുക. അവനെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും സുഖമില്ലാത്ത കുട്ടിയാണ്. കൈകാലുകൾ നേരെ ഉറയ്ക്കുന്നില്ല. അതുതന്നെയാണ് അവൻ്റെ രോഗം. സെറിബ്രൽ പാൾസി എന്നാണ് ആ രോഗത്തിൻ്റെ പേര്. മസിൽസിന് ഒരു ബലം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിൽക്കാനോ നടക്കാനോ എല്ലാത്തിനും ബുദ്ധിമുട്ടായിരിക്കും. ഇത് സാധാരണ ജനനത്തിൽ മസ്തിഷ്കത്തിന് ഏൽക്കുന്ന ക്ഷതം കൊണ്ട് ഉണ്ടാവുന്ന രോഗമാണ്. അവൻ്റെ പേര് ചുൻഹെ എന്നാണ്. ഒരുപാട് പാവായി ചുൻഹയുടെ അതിമനോഹരമായ കഥയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അവൻ നോട്ടിൽ എന്തൊക്കെയോ കുറിക്കുന്നുണ്ടാവും. വളരെ കഷ്ടപ്പെട്ടാണ് എഴുതുന്നത്. കാരണം കൈയൊന്നും ഒരു ഭാഗത്ത് നിലയ്ക്കില്ല. അപ്പോഴാണ് ഒരു അമ്മച്ചിയുടെ ശബ്ദം. ചുനേ ചുനേ എന്ന് പറഞ്ഞ് ഇവൻ മെല്ലെ നടന്നു വന്ന് നോക്കുമ്പോൾ സ്റ്റെയർ കേസിന് താഴെയായിട്ട് തൻ്റെ മുത്തശ്ശി വന്ന് നിൽക്കുന്നു. അമ്മമ്മ 1 വർഷമായി കെയർ ഹോമിലായിരുന്നു. അവരിപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ്. ഞാൻ വളരെ സന്തോഷപൂർവ്വം കെയർ ഹോമിലായിരുന്നു. നിന്റെ അമ്മ യാചിച്ചത് കൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത്. എന്നിട്ട് ഈ വീട് കിടക്കുന്ന കോലം കണ്ടോ? കുറച്ചു നാൾ ഞാൻ മാറി നിന്നപ്പോഴത്തേക്കും എല്ലാം അവള് തരിപ്പണാക്കി വെച്ചിരിക്കുന്നു. ഇങ്ങനെ പിറുപിറുത്തോണ്ട് തന്നെ താൻ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം മുത്തശ്ശി അടുക്കി പെറുക്കി വെക്കും. കുറെ നാൾ കഴിഞ്ഞിട്ടാണ് തന്റെ പൊന്നോമന പേരക്കിടാവിനെ ഈ മുത്തശ്ശി കാണുന്നത്. അവരെ കയ്യിൽ ഒരുപാട് ഷാളുണ്ട്. മണ്ടി പെണ്ണുങ്ങളാണ് തുണികൾ വാങ്ങിക്കുക. ബുദ്ധിയുള്ള പെണ്ണുങ്ങളോ കളർഫുള്ളായിട്ട് ഷാള് മേടിക്കും. പണം കുറവാണ്. ചുമ്മാ വരിഞ്ഞു കെട്ടിക്കഴിഞ്ഞാൽ പുതിയൊരു വസ്ത്രം പോലെ തോന്നുകയും ചെയ്യും. ഇതും പറഞ്ഞ് അവർ തുണി എടുത്തു വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ചുൻഹെ അവനെ കൊണ്ട് കഴിയുന്നത് പോലെ മുത്തശ്ശിക്ക് ഷാള് മടക്കി കൊടുക്കുന്നുണ്ട്. ഈ 2 ഷായും 2 ഫായും ഒക്കെ ഒരുമിച്ച് വന്ന ബുദ്ധിമുട്ടാണ്. സോഷ്യൽ സയൻസ്. ആ സമയത്താണ് വീട്ടിലേക്ക് ഒരു കോള് വരുന്നത്. മുത്തശ്ശി ഫോൺ എടുക്കുമ്പോൾ ഏതോ ഒരു ട്രെയിനിങ് സെന്ററിൽ നിന്നാണ് ആൾക്കാർ വിളിച്ചിരിക്കുന്നത്. ചുനോ അവിടെ റെസ്യൂം കൊടുത്തിട്ടുണ്ട്. അവർക്കൊരു ട്രയൽ ലെക്ചർ വേണത്രേ. അതിനു വേണ്ടിയിട്ടാണ് അവർ വിളിച്ചത്. ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അത്. അവിടേക്കാണ് ചുനോ ഈ റെസ്യൂം അയച്ചിട്ടുള്ളത്. അത് കഴിയുമ്പോൾ മുത്തശ്ശി ചുനോയെ വിളിച്ചിട്ട് തന്റെ കൊയറിലെ കൂട്ടുകാർക്ക് പരിചയപ്പെടുത്താൻ കൊണ്ടുപോകും. ഇന്ന് ചുനോയുടെ ബർത്ത്ഡേയാ. അവിടെ വെച്ച് സെലിബ്രേറ്റ് ചെയ്യാന്നാണ് വിചാരിക്കുക. പോകുമ്പോൾ തന്നെ മുത്തശ്ശി ചുനോയെ അവർക്ക് പരിചയപ്പെടുത്തുന്നു. അവൻ കോളേജ് എക്സാമിലൊക്കെ ടോപ്പർ ആയിരുന്നു. ഇനി അടുത്ത കോളേജ് ഓഫറിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അവനെ പരിചയപ്പെടുത്തിയ പോലെ തന്നെ ചുനോയ്ക്ക് തിരിച്ച് ആ കൊയറിലെ കൂട്ടുകാരെയും അമ്മച്ചി പരിചയപ്പെടുത്തി കൊടുക്കും. എന്നിട്ട് കേക്ക് മുറിക്കാൻ വേണ്ടി 2 മെഴുകുതിരി കത്തിക്കുന്നു. ഇനി അത് ഊതിക്കെടുത്തണമല്ലോ. ക്ലാപ്പ് ചെയ്ത് ചുനോയോട് ഊതിക്കെടുത്താൻ പറയുമ്പോൾ അവൻ കഷ്ടപ്പെട്ട് ഊതാ. കാരണം തല ഒരു ഭാഗത്ത് പിടിച്ചു നിർത്തി ഊതാൻ കഴിയുന്നില്ല. ചുറ്റും ഇത് കാണുന്ന മുത്തശ്ശന്മാർക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. ഇവരെല്ലാം ഡ്രിങ്ക്സ് കഴിക്കാൻ നേരം എല്ലാവരുടെയും ശ്രദ്ധ നമ്മുടെ ചെറുക്കന്റെ മേലായിരിക്കും. വയ്യാത്ത പയ്യനല്ലേ, അവൻ എന്താ കാണിക്കുന്നത്, എങ്ങനെയാ പെരുമാറണേ എന്നുള്ളത് അവർ നോക്കി അന്താളിച്ച് നിൽക്കുക. എല്ലാവരും ഡ്രിങ്ക്സ് കഴിക്കുമ്പോൾ നമ്മുടെ ചെറുക്കൻ സ്ട്രോ വെച്ച് 1-2 ഡ്രിങ്ക്സ് കൂടുതൽ കഴിക്കുന്നു. ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവന് തൊണ്ട അടയ്ക്കുന്നുണ്ട്. ചെറുക്കന് പെട്ടെന്ന് തൊണ്ട അടയ്ക്കും. ചുമയ്ക്കുന്ന കാണുമ്പോൾ മുത്തശ്ശി അവനെ സമാധാനിപ്പിക്കുന്നു. പുറമൊക്കെ തട്ടിക്കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതിലൊരു സീൻ ഉണ്ടായത് എന്താന്ന് വെച്ചാൽ ചെക്കൻ വർത്താനം പറഞ്ഞ് 2-3 ഡ്രിങ്ക്സ് അടിച്ചു കയറ്റി. ആദ്യമായിട്ടാണ് കുടിക്കുന്നത്. മുത്തശ്ശി ശ്രദ്ധിച്ചുമില്ല. ഇപ്പം ആള് ഡോസായി എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ സ്റ്റെയർ കേസിൽ ചാഞ്ഞിരിക്കുകയായിരിക്കും. എങ്ങനെയെങ്കിലും വീട്ടിൽ കൊണ്ടുപോയി കിടത്തണമല്ലോ. ഒരു മുത്തശ്ശനും കൂടെ വന്നിട്ടുണ്ട്. അവസാനം ബോധം വരാൻ വേണ്ടി വെള്ളം വായിലാക്കി അവന്റെ മുഖത്തേക്ക് സ്പ്രേ ചെയ്യാൻ നിൽക്കുമ്പോഴാണ് മോളിന്നൊരു ശബ്ദം. അവന്റെ അമ്മ ഒരിക്കലും ഇത് അറിയാൻ പാടില്ല. അറിഞ്ഞാൽ എന്നെ കൊന്നു കളയുമെന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. മോളിലേക്ക് നോക്കുമ്പോൾ അമ്മ അവിടെ നിൽപ്പുണ്ടാവും. നിങ്ങളിവിടെ എന്താ കാണിക്കണമെന്ന് ചോദിച്ചിട്ട് സംഭവം എല്ലാം അമ്മയ്ക്ക് പിടികിട്ടി. നിങ്ങളോട് ആരാ പറഞ്ഞ അവനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ? അവനിപ്പോൾ പിറന്നാൾ ആഘോഷിക്കേണ്ട ഒരു കാര്യമില്ല. അവനിപ്പോൾ പഠിക്കേണ്ട സമയമാണ്. അടുത്ത വർഷം 3rd ഇയർ എക്സാം ഒന്നുകൂടെ എഴുതാനുണ്ട്. തമാശ കളിക്കുകയാണോ നിങ്ങൾ? വയ്യാത്ത ചെറുക്കനെ വിളിച്ചുകൊണ്ട് പോയി മദ്യം കൊടുത്ത് പൂസാക്കിയിരിക്കുക. മുതുക്ക വയസ്സായില്ലേ, നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ തള്ളേന്ന് പറഞ്ഞ് അമ്മച്ചി മുത്തശ്ശിയെ ഒരുപാട് വഴക്ക് പറയുന്നു. ഒരു രാത്രി പുറത്തു പോയതുകൊണ്ട് എന്താ കുഴപ്പം? അവന് പിറന്നാൾ ആഘോഷിക്കണ്ടേ? ഇതിനാണ് ഇത്രയും നിലവിളിക്കുന്നത്. അവനിപ്പോൾ വലിയ കുഞ്ഞായില്ലേ? ഇത് കേട്ട് അമ്മ പറയും, നിങ്ങൾ കൂടുതൽ സംസാരിക്കണ്ട. ഇത്രയും കാലം ഇവനെ വളർത്തിയെടുക്കാൻ ഞാൻ പെട്ട പാട് അതെനിക്കറിയും. മുത്തശ്ശി പറയും, നീ മാത്രമല്ലല്ലോ, 8 മാസം ഇവന് പ്രായമുള്ളപ്പോൾ മുതൽ ഞാനും കൂടി വളർത്തിയിട്ടുണ്ട്. ഞാൻ ഇല്ലായിരുന്നെങ്കിൽ ഈ ചെറുക്കനെ നീ എവിടെയെങ്കിലും കളഞ്ഞേനെ. അത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വരും. അതെ,
നിങ്ങൾക്ക് എല്ലാവരെയും കളയാൻ അറിയാലോ. ജനിച്ച കുഞ്ഞുങ്ങളെ വലിച്ചെറിയാനുള്ളത് നിങ്ങളെ കയ്യിൽ നിന്നാണല്ലോ എല്ലാവരും പഠിക്കേണ്ടത്. കൂടുതൽ സംസാരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ മാറിപ്പോ. നമ്മുടെ ചെക്കനാണെങ്കിൽ ബോധം വന്നു, പക്ഷെ ഇപ്പോൾ വാള് വെച്ചുകൊണ്ടിരിക്കുക. വാള് വെക്കുന്നതിൻ്റെ ഇടയ്ക്ക് കരയുന്നുണ്ട്. എന്താടാ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ ഏതോ ഒരു പൂച്ചക്കുഞ്ഞ് ചത്തുപോയിത്രേ. അതും പറഞ്ഞാൽ കരയുന്നു. കുറച്ചുകൂടെ കഴിയുമ്പോൾ അച്ഛൻ വരുന്നുണ്ട്, ചുൻഹോയുടെ അച്ഛൻ. ഈ പാവം മനുഷ്യന് ഒരു 4 ഡയലോഗ് എക്സ്ട്രാ കൊടുക്കായിരുന്നു. അയാൾ ഒന്നും മിണ്ടുന്നില്ല. ഈ പടത്തിൽ മൊത്തം ഒന്നും മിണ്ടുന്നില്ല, പാവം. എന്തായാലും അത് കഴിയുമ്പോൾ ചുനോ ബെഡിൽ കിടക്കാതെ ഒരു ട്രോളി ബാഗ് വലിച്ച് അതിനകത്തേക്ക് ചുരുണ്ടുകൂടി കിടക്കാൻ ശ്രമിക്കുക. ഇവന്റെ സൈസിന് തികയുന്നുമില്ല. ഒപ്പം ബെഡിനടിയിൽ ഒരു സ്കെലറ്റൺ ഉണ്ട്, അസ്ഥികൂടം. അത് വലിച്ചിട്ട് അതിനെയും കെട്ടിപ്പിടിച്ചിട്ടാണ് അവൻ കിടക്കുന്നത്. അതൊരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്, എന്നാൽ പോലും അതിനെയും കെട്ടിപ്പിടിച്ച് അവൻ കിടക്കുന്നത്. നിന്റെ ഈ കുട്ടികളി മാറിയില്ലേ, നീ വലിയ കുഞ്ഞായി, ഇങ്ങനെ ചെയ്യല്ലേടാന്ന് പറയുന്നുണ്ട് മുത്തശ്ശി. അവൻ കേൾക്കില്ല, അവിടെ തന്നെ കിടക്കുക. സോ മുത്തശ്ശി ഒരു പുതപ്പെടുത്ത് അവനെ പുതച്ചു കൊടുക്കും. പിറ്റേന്ന് അമ്മ അവനെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നുണ്ട്. ഈ സാധനങ്ങളെല്ലാം മാറ്റിവെക്കുകയും ചെയ്യും. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് മോന് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ഓരോന്നും അമ്മ മുത്തശ്ശിയോട് പറയുന്നുണ്ട്. രാവിലെ അപ്പർ ലിംബ് ട്രെയിനിങ്, അത് കഴിയുമ്പോൾ ഹാൻഡ് റൈറ്റിംഗ് ട്രെയിനിങ്, 2 മണിക്ക് മാത്ത് പ്രാക്ടീസ് ടെസ്റ്റ്, അതൊരു 2 മണിക്കൂർ ഉണ്ടാവും. ഇതെല്ലാം ഇന്ന് അവൻ ചെയ്യേണ്ട ടാസ്കുകളാണ്. മുടക്കം കൂടാതെ ചെയ്യിക്കാൻ പറയും. എന്നിട്ട് അപ്പനും അമ്മയും ചേർന്ന് ജോലിക്ക് പോകുന്നു. അവർ പോയി കഴിഞ്ഞ ഉടനെ മുത്തശ്ശി ഓടി വന്നിട്ട് അവര് പോയി, ഇനി നമുക്കൊരു തൊയ്ര്യം ഉണ്ടാവില്ല, നിനക്കിന്ന് എന്താ ചെയ്യേണ്ടത്, എന്താ നിന്റെ മനസ്സിലെന്ന് ചോദിക്കും. ചുനുവ പറയും, എനിക്കൊന്ന് പുറത്തു പോകണം, അത്രയേ ഉള്ളൂ, ഇവിടെ കെട്ടിക്കിടക്കാണ്ടിരുന്നാൽ മതി. എന്നാ പുറത്തു പോവാം, ഇന്നാണല്ലോ നിനക്ക് ആ കിഡ്സ് സ്കൂളിലെ ട്രയൽ ലെക്ചർ, അവിടെ ചെന്നിട്ട് ആ ട്രയൽ നടത്തുന്നും പറഞ്ഞ് മുത്തശ്ശി ചുൻഹോയെ കൂട്ടിക്കൊണ്ടുപോകുന്നു. കുട്ടികളെ ഇരുത്തി അവർക്ക് ക്ലാസ് എടുത്തു കൊടുക്കണം, അതിന്റെ ട്രയലാന്ന്. ചുൻഹോ ക്ലാസ്സിനകത്തേക്ക് കിടക്കുന്നു. എന്റെ പേര് ലിയോ ചുൻഹയാണെന്ന് പറയും. നമുക്കിന്നൊരു കവിത കേട്ട് നോക്കാം. സൺലൈറ്റിനെ പറ്റിയുള്ള കവിതയാണത്. ചുൻഹോ ആ കവിത പാരായണം ചെയ്യും. പക്ഷെ അവന്റെ ശരീരം അനങ്ങുന്ന കണ്ടിട്ടും വാക്കുകൾ പറയാൻ അവൻ കഷ്ടപ്പെടുന്ന കണ്ടിട്ടും കുട്ടികൾ ചിരിക്കാൻ തുടങ്ങി. ഇയാൾക്ക് എന്ത് രോഗമാണ്, ഇയാൾക്ക് എന്താ പറ്റിയത്, നമ്മൾ എന്തേലും ചെയ്യോ എന്നൊക്കെ പറഞ്ഞ് അവർ ചിരിക്കുക, കളിക്കുക. ചിലർ പേടിക്കുന്നുമുണ്ട്. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ ചുൻഹോ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. നമ്മുടെ അമ്മൂമ്മ ഫുൾ സപ്പോർട്ടാണല്ലോ. അവരിതെല്ലാം പടം പിടിക്കുന്നുണ്ട്. കുറെ നേരം കളിയാക്കിയെങ്കിലും ഓരോ ലൈനായിട്ട് പറഞ്ഞു തുടങ്ങിയപ്പോൾ കുട്ടികൾ അതിരുന്ന് കേൾക്കാൻ തുടങ്ങും സൈലന്റ് ആയിട്ട്. സൂര്യപ്രകാശം തട്ടി നെല്ല് മുളച്ചു വരുന്നതിനെ പറ്റിയുള്ള കവിതയാണത്. വളരെ ചെറിയൊരു വിത്ത് അതിന്റെ സ്ട്രെങ്ത് ഉപയോഗിച്ച് ഇത്ര വലിയൊരു കതിരായിട്ട് മാറുന്നു. ആ കവിത വളരെ രസകരത്തിൽ ചുൻഹോ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. എല്ലാവർക്കും ഇഷ്ടമായി. ക്ലാസ് കഴിയുമ്പോൾ വലിയൊരു പാഠമാണ് നീ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തതെന്നും പറഞ്ഞ് മുത്തശ്ശി ചുൻഹോയെ അഭിനന്ദിക്കുന്നുമുണ്ട്. പക്ഷെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ടീച്ചർമാർ അവർ വന്നിട്ട് പറയും, ക്ലാസ് എല്ലാം നന്നായിരുന്നു, പക്ഷേ കുട്ടികളുടെ ഫീലിങ്സും കൂടെ ഞങ്ങൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. പല കുട്ടികളും പേടിക്കുകയാണ് ചെയ്തത്, പലർക്കും അലോസരം ഉണ്ടായി. ഇങ്ങേരുടെ ഈ കണ്ടീഷനിൽ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നതിനോട് പാരൻസ് ആരും യോജിക്കില്ല, അതുകൊണ്ട് ക്ഷമിക്കണം, പയ്യനെ ഇവിടെ എടുക്കാൻ പറ്റില്ല എന്ന് പറയും അവിടുത്തെ ടീച്ചർമാർ. പാവം, അവന് വിഷമമുണ്ട്. പക്ഷെ മുത്തശ്ശിയോട് അവൻ ആ വിഷമം കാണിക്കില്ല. മുത്തശ്ശിയാണെങ്കിൽ അതിലും ഭയങ്കരയാ. ചെറുക്കന് ഇഷ്ടമുള്ള ഫുഡ് വാങ്ങിച്ചു കൊടുത്തിട്ട് പറയും, ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കൊന്നും വലിയ ഫ്യൂച്ചറില്ല, അവിടെ ജോലി ചെയ്തിട്ട് എന്ത് കിട്ടാനാ, എന്റെ ചെക്കന് അതിന്റെ ആവശ്യമൊന്നുമില്ല, നിനക്ക് വേറെ നല്ല ജോലി കിട്ടും, നീ അത് കാര്യമാക്കി എടുക്കണ്ടെന്ന് പറയും. ചുൻഹോ, എനിക്കൊരു കുഴപ്പമില്ല ഗ്രാൻഡ്മ, ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കുന്നു. ഈ സമയത്ത് മുത്തശ്ശിയുടെ കൊയർ ടീമിലുള്ള ഒരു അപ്പാപ്പൻ അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങേരെ വിളിച്ചിട്ട് മുത്തശ്ശിയോട് പറയും, എന്റെ മകൻ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ടുണ്ട്, അങ്ങോട്ട് നിങ്ങൾ എല്ലാവരോടും പോകാൻ പറഞ്ഞിട്ട് ആരെങ്കിലും ഒരാൾ പോയോ, ഞാൻ പറയുന്നതിന് ഒരു മര്യാദ നിങ്ങൾ തരുന്നില്ല, എനിക്ക് മര്യാദ തന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കൊയർ ഗ്രൂപ്പിൽ ഉണ്ടാവില്ല. ഒരു ഡ്രമ്മറെ നഷ്ടമായാലേ അതിന്റെ വേദന നിങ്ങൾ മനസ്സിലാക്കുള്ളൂ, ഞാനില്ലാതെ പാടാൻ പറ്റുമെങ്കിൽ പാടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഈ അപ്പാപ്പൻ പിറ്റേന്ന് മുതൽ ഇവരുടെ പ്രാക്ടീസ് ഗ്രൂപ്പിലേക്ക് വരില്ല. മുത്തശ്ശിയുടെ കൊയർ ഗ്രൂപ്പ് ഒരു പാർക്കിൽ വെച്ചാണ് പ്രാക്ടീസ് ചെയ്യുന്നത്, അങ്ങോട്ട് അയാൾ വരില്ല. മുത്തശ്ശി കൊച്ചുമകനെ അങ്ങോട്ട് വിളിച്ചിട്ട് പോയിട്ടുണ്ട്. നമുക്ക് ഡ്രമ്മർ ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ഡ്രമ്മർ എവിടുന്നാ പിടിക്കുക എന്ന് പറഞ്ഞ് എല്ലാവരും ചോദിക്കുമ്പോൾ മുത്തശ്ശി കുറച്ചു നേരം ആലോചിച്ചിട്ട് ചെറുക്കനെ നോക്കുന്നുണ്ട്. ചുൻഹയാണെങ്കിൽ ഇപ്പൊ വേറെ എങ്ങോട്ടോ ആപ്ലിക്കേഷൻ കൊടുത്തുകൊണ്ടിരിക്കുക, എന്തിനാണെന്നറിയില്ല. എന്തായാലും അവന് മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും ഒക്കെ ഉപയോഗിക്കാൻ അറിയാം. അത് വലിയ ബുദ്ധിമുട്ടില്ലാതെ ചെക്കൻ ചെയ്യുന്നുണ്ട്. അവനെ നോക്കിയിട്ട് അമ്മൂമ്മ പറയും, എൻ്റെ അടുത്ത് ഇതിന് പറ്റിയ ഒരാളുണ്ട്, മറ്റാരുമല്ല എൻ്റെ പേരക്കിടാവന്നെ. മുത്തശ്ശി ഇത് പറയുമ്പോൾ എല്ലാവരും ഞെട്ടി നോക്കുക, ഇവനെ കൊണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റും? ഈ ഞെട്ടി നോട്ടം കഴിഞ്ഞ അടുത്ത സീനിൽ ഇവര് ബസ്സിൽ കയറി വീട്ടിലേക്ക് പോവാണ്. ചെറുക്കനോട് ഈ കാര്യം പറഞ്ഞു, അവൻ സമ്മതിക്കത്തേയില്ല. എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഇതുവരെ ഡ്രംസ് തട്ടി കളിച്ചിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ മുത്തശ്ശി എൻ്റെ പേര് പറഞ്ഞ്? അപ്പൊ മുത്തശ്ശി പറയും, നീ ബാലവാടി പോയ സമയത്ത് ചോപ്പ് സ്റ്റിക്ക് കൊണ്ട് പ്ലേറ്റ് ഇട്ട് തട്ടിയിട്ടില്ലേ, അന്ന് രസമായിട്ട് ചെയ്തല്ലോ, ഇന്ന് അതുപോലെ ചെയ്താൽ മതി എന്ന് പറയും. ആ കഥയാണ് ഇവിടെ എടുത്തോണ്ട് വന്നിരിക്കുന്നത്, അത് വേറെ ഇത് വേറെ, നിങ്ങൾ എന്താ ഈ പറയണേന്ന് പറഞ്ഞ് അവൻ മുഖം തിരിച്ചിരിക്കുമ്പം ഒരു ചേച്ചി തന്റെ കൈക്കുഞ്ഞിനെയും കൊണ്ട് ബസ്സിൽ കയറി വരുന്നു. ഇങ്ങേര് വലിയ സംഭവമായിട്ട് ഒരു പൗരബോധമുള്ള പൗരനായി ഗമയോടെ ആ അമ്മച്ചിക്കും കുഞ്ഞിനും വേണ്ടി സീറ്റ് മാറിക്കൊടുക്കും.
അവരോട് ഇരുന്നോളം പറയും. ആ കുഞ്ഞുകുട്ടിയാണെങ്കിൽ ചുനുഹയെ നോക്കി ചിരിക്കുന്നുമുണ്ട്. നെഞ്ചും പിരിച്ച് ചെറുക്കൻ ബസ്സിൽ തൂങ്ങിപ്പിടിച്ച് നിൽക്കുക. പക്ഷെ അവന്റെ ഭാഗ്യദോഷത്തിന് പെട്ടെന്ന് ബസ്സിന് സഡൻ ബ്രേക്ക് ഇടേണ്ടി വന്നു. ചെറുക്കൻ തെറിച്ച് വീഴും താഴെ. പാവം. ഉടനെ ബസ്സിലെ ഡ്രൈവർ ഓടി വന്ന് ചുനുഹയെ പൊക്കിയെടുത്തിട്ട് പറയും, ഈ കണ്ടീഷനിൽ ബസ്സിലൊന്നും കയറാൻ നിൽക്കണ്ട, മിണ്ടാതെ വല്ല ടാക്സിയും പിടിച്ചു പോന്നു. ഇത് കേട്ട ഉടനെ മുത്തശ്ശിക്ക് അങ്ങ് കലിപ്പ് കയറി. നീ എന്ത് പറഞ്ഞടാ? ആരോട് നീ എന്ത് പറഞ്ഞടാ? വയ്യാത്തവർക്ക് ഈ നാട്ടിൽ ഒരു റൈറ്റ്സും ഇല്ലേ? അവനും മറ്റുള്ള എല്ലാവരെയും പോലെ പൗരനാ. അവനിവിടുത്തെ ബസ് യാത്ര ചെയ്യാൻ പറ്റില്ലെന്നോ? മാപ്പ് ചോദിക്ക്. എന്റെ ചെറുക്കനോട് മാപ്പ് ചോദിച്ചിട്ട് നീ വണ്ടി എടുത്താൽ മതി എന്ന് പറഞ്ഞ് ഡ്രൈവറുമായിട്ട് അടിയും ബഹളവും. ഉടനെ പുറകിൽ ഏതോ ഒരു ലേഡി, നിങ്ങളുടെ ബഹളമൊക്കെ വേറെ എവിടെയെങ്കിലും വെച്ച് നടത്ത്, ഞങ്ങൾക്ക് പോകാനുണ്ട്, ഞങ്ങൾക്ക് പോകാൻ സമയമായി, ഞങ്ങളുടെ സമയം കളയല്ലേ എന്ന് വിളിച്ചു പറയാം. ഇത് കേട്ട ഉടനെ മുത്തശ്ശി അവരോട് കയർക്കാൻ തുടങ്ങും. ആരാടി ഇത് പറഞ്ഞെന്ന് പറഞ്ഞ് ചോദിക്കാൻ പോവാം. എന്നാൽ ചുൻഹ വിടില്ല. വിട്ടുകളെ മുത്തശ്ശി, വഴക്കുണ്ടാക്കണ്ട, നമുക്ക് തിരിച്ചു പോവാം, നമുക്ക് മിണ്ടാതെ പോവാന്ന് പറഞ്ഞ് മുത്തശ്ശിയെ കൂളാക്കാവാൻ. എന്നിട്ട് 2 കള്ളപ്പിള്ളകളും ഒന്നും സംഭവിക്കാത്ത പോലെ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. അപ്പോഴും അവന് തൊണ്ടയിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഇവര് തട്ടിക്കൊടുത്തത് റെഡിയാക്കും. അമ്മ ചോദിക്കുകയാണ്, ഇന്ന് എഴുത്ത് പ്രാക്ടീസ് ചെയ്തോന്ന്. മുത്തശ്ശി പറയും, പിന്നല്ലാണ്ട്. അവൻ മുഴുവൻ സമയം എഴുത്ത് പ്രാക്ടീസിങ്ങില്ല. ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ പോലും മറന്നുപോയി. ഞാൻ നിർബന്ധിച്ച് കൊടുത്ത. സൂപ്പറായിട്ടുണ്ട്, ഇപ്പോൾ പഴയതിനേക്കാളും സൂപ്പറായിട്ടുണ്ട്. അപ്പം അമ്മ പറയും, ഞാൻ നിന്റെ ക്രാം സ്കൂളിൽ അന്വേഷിച്ചു, എക്സാം റീടേക്ക് ചെയ്യാന്നവർ പറഞ്ഞിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ആ എക്സാം എഴുതിയിട്ട് അടുത്തുള്ള നിനക്ക് പറ്റിയൊരു കോളേജ്, ഡിസേബിൾഡ് ആയിട്ടുള്ള പീപ്പിൾസിന് പറ്റിയ കോളേജ്, അത് കണ്ടുപിടിക്കി നിന്നെ അവിടെ ചേർക്കാന്ന് പറയും. ചേർക്കാൻ അത് ഇഷ്ടപ്പെട്ടില്ലയോ എന്തോ, എനിക്കിനി ഭക്ഷണം വേണ്ട, വയറ് നിറഞ്ഞു എന്ന് പറഞ്ഞ് അവനൊന്നും കഴിക്കാതെ എഴുന്നേറ്റ് പോകും. അവൻ പോയി കഴിഞ്ഞതിന് ശേഷം മുത്തശ്ശി അമ്മയോട് ചോദിക്കുന്നുണ്ട്, നീ നിന്റെ പ്രഗ്നൻസിയെ കുറിച്ച് എപ്പോഴാണ് ചുൻഹയോട് പറയാൻ പോകുന്നത്? അത് പറഞ്ഞോ എന്ന് ചോദിക്കും. അപ്പൊ അമ്മ പറയും, ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എന്റെ ബ്ലഡ് ഷുഗർ കൂടുതലാണെന്ന്, അതുകൊണ്ട് അബോട്ട് ആവാനുള്ള സാധ്യതയുണ്ട്, ഞാനിപ്പോൾ പറയുന്നില്ല, സമയമാകുമ്പോൾ പറഞ്ഞോളാം. അപ്പം മുത്തശ്ശി പറയും, ഒരുപാട് കുട്ടികളുള്ളത് അമ്മമാർക്ക് ബുദ്ധിമുട്ടാണ്, കൂടുതൽ കുട്ടികൾ വേണോ? പിന്നെ പ്രസവിക്കുന്നതും വലിയ വേദനയല്ലേ? അത് കേൾക്കുമ്പോൾ അമ്മ പറയും, അതെ, അത് വേദനയാണ്, പ്രസവിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അല്ലേ? പ്രത്യേകിച്ച് നിങ്ങളെപ്പോലുള്ള തള്ളകൾ പ്രസവിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇടയ്ക്കിടെ അമ്മ മുത്തശ്ശിക്ക് ഓരോ കൊട്ട് കൊടുക്കുന്നുണ്ട്. അതെന്താണെന്ന് നമുക്കിപ്പറയില്ല, നോക്കാം എന്തായാലും. അത് കഴിഞ്ഞ് മുത്തശ്ശി ചെറുക്കൻ ഉറങ്ങിയോ എന്ന് നോക്കാൻ വരുമ്പോൾ അവൻ ആർക്കോ കംപ്ലൈൻറ്റ് ലെറ്റർ എഴുതുക. ആർക്കാടാന്ന് ചോദിക്കും. ബസ്സിൽ ഒരു മോശം അനുഭവം ഉണ്ടായില്ലേ, അപ്പോൾ ആ ബസ് കമ്പനിക്ക് ഒരു കംപ്ലൈൻറ്റ് ലെറ്റർ എഴുതുക. അതിലൊന്നും കാര്യമില്ല, അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല മോനെ എന്ന് മുത്തശ്ശി പറയുന്നു. ചുൻഹു ആണെങ്കിൽ അവരൊന്നും ചെയ്തില്ലെങ്കിലും നമ്മൾ കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടത് നമ്മുടെ കടമയല്ലേ, ഞാൻ അതാണ് ചെയ്തതെന്ന് പറയും പയ്യൻ. അത് കഴിഞ്ഞ് മുത്തശ്ശിയോട്, നിങ്ങൾ എന്തിനാ മുത്തശ്ശി കള്ളം പറഞ്ഞത്? ഞാൻ ഇന്ന് പഠിച്ചില്ലല്ലോ, പിന്നെന്തിനാ അമ്മയോട് കള്ളം പറയുന്നത് ശരിയല്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അവൻ. അതിന് മുത്തശ്ശി, ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചോ, ഒരു പുരുഷനാണെങ്കിൽ ഇടയ്ക്ക് കള്ളമൊക്കെ പറയണം, അതും മെച്ചൂർഡ് മാൻ ആണെങ്കിൽ ഇടയ്ക്ക് കള്ളം പറയേണ്ടി വരും, അത് ജീവിതത്തിന്റെ ഭാഗമാണെന്ന് പറയും. അത് കഴിഞ്ഞ് പേരക്കുട്ടിയോട്, നീ ഒന്ന് സമ്മതിക്ക്, ഡ്രമ്മർ ആവാൻ സമ്മതിക്ക്, ഒരു ഡ്രമ്മർ ഇല്ലാതെ പിന്നെ കൊയറിൽ പാടാൻ കഴിയില്ല പൊന്നെ, ദയവേത് സമ്മതിക്കടാ മോനെ, നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യാന്ന് പറയും മുത്തശ്ശി. കുറേ കെഞ്ചുമ്പം അവൻ സമ്മതിക്കും. ശരി, അത്രയ്ക്ക് എൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഒരു ഡ്രമ്മ് വാങ്ങിച്ചായോ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി തല്ലി പഠിക്കാന്ന് പറയും. അങ്ങനെ പിറ്റേന്ന് തന്നെ മുത്തശ്ശി അവനൊരു ഡ്രമ്മ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ നിലയ്ക്കാത്ത കൈ കൊണ്ട് എങ്ങനെ അവൻ അടിക്കാനാ? അവൻ കഷ്ടപ്പെട്ട് ഓരോ കുത്തായിട്ട് കുത്തി തുടങ്ങും. ഇതെല്ലാം പാപ്പന്മാരും പാപ്പത്തികളും കാണുന്നുണ്ട്. അതിൽ ഒരു മുത്തിയമ്മ പറയും, ഈ മന്ദബുദ്ധിയുടെ കയ്യിൽ ഡ്രമ്മ് കൊടുത്തിട്ട് നമ്മളിങ്ങനെ നോക്കി നിൽക്കണോ? വല്ല പ്രയോജനമുണ്ടോ? നമ്മളെല്ലാവരുടെയും സമയം പോയിക്കൊണ്ടിരിക്കുകയല്ലേ. ഇത് കേട്ട ഉടനെ മുത്തശ്ശിക്ക് കലിയിളകും. എൻ്റെ മകന് സെറിബ്രൽ പാൾസിയാ, അല്ലാതെ അവൻ മന്ദബുദ്ധിയല്ല. നിനക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലായില്ല? ആ മുത്തശ്ശി, മന്ദബുദ്ധിയോ പാൾസിയോ എന്തേലും ആവട്ടെ, അവനെ കൊണ്ട് സ്റ്റിക്ക് പിടിക്കാൻ പറ്റുന്നില്ലല്ലോ, പിന്നെ എന്ത് പറഞ്ഞിട്ടെന്താ? വെറുതെ മനുഷ്യന്റെ സമയം കളയാം. എൻ്റെ കൊച്ചിനെ പറ്റി നീ എന്ത് പറഞ്ഞടി, കൊല്ലൂടി എന്ന് പറഞ്ഞ് മുത്തശ്ശി ആ തള്ളയെ ചാടി അടിക്കാൻ തുടങ്ങി. തടുക്കാൻ പോയ മുത്തശ്ശന്മാരുടെ മൂക്ക് ഇടിച്ച് പൊളിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ വലിയ കോലാഹലം, അടി, ബഹളം. നമ്മുടെ ചെറുക്കനാണെങ്കിൽ അത് മൈൻഡ് ചെയ്യുന്നേ ഇല്ല. അവൻ ഡ്രമ്മി പിടിച്ച് കൊട്ടിക്കൊണ്ടിരിക്കും. ഈ സമയത്ത് ആ പാർക്കിൽ കളിച്ചുകൊണ്ടിരുന്ന ആരുടെയോ ഒരു റൗണ്ട് ടോസ് പയ്യൻ്റെ അടുത്തേക്ക് വന്ന് വീഴും. പുറകെ തന്നെ ഒരു സുന്ദരി പെൺകുട്ടി ഈ റൗണ്ട് ടോസ് എടുക്കാൻ വേണ്ടി ഓടി അതിനടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോഴാണ് ചെറുക്കനെ കാണുക. ചെറുക്കനും അവൻ്റെ കയ്യിലെ ഡ്രമ്മൊക്കെ കണ്ടിട്ട് അവനെ നോക്കി ഒരു ചിരിയും പാസാക്കി ഇവളവിടെ നിന്ന് ഓടിപ്പോവും. നമ്മുടെ ചെക്കനാണെങ്കിൽ ആ പെണ്ണിന് ഒരുപാട് ഇഷ്ടമായി. അവനിങ്ങനെ വായി നോക്കിയിരിക്കുക. അപ്പോൾ ഒരു മുത്തശ്ശി വന്നിട്ട്, എടാ മോനെ, നിന്റെ വല്യമ്മയോട് അടി നിർത്താൻ പറ, അവർക്ക് എന്തെങ്കിലും പറ്റി എന്താ ചെയ്യുക? അതായിട്ട് ചുൻഹ പറയും, പേടിക്കേണ്ട മുത്തി, എൻ്റെ മുത്തശ്ശി ഒരിക്കലും അടിയിൽ തോറ്റിട്ടില്ല, അവരെന്തായാലും ജയിക്കുകയുള്ളൂ, നിങ്ങൾ കാര്യാക്കണ്ടെന്നും പറഞ്ഞ് ഇവൻ വീണ്ടും ആ പെണ്ണിനെ വായി നോക്കിയിരിക്കുക. അടി മൂത്ത അവസാനം പോലീസുകാർ വരേണ്ടി വന്നു. 1-2 മുത്തശ്ശന്മാരുടെ വായും തലയൊക്കെ പൊട്ടിയിരിക്കുക. ഇതിപ്പോൾ എല്ലാം മുത്തമ്മമാരാണല്ലോ, ഇവരെ പേരിൽ എന്ത് കേസ് എടുക്കാനാ? അതുകൊണ്ട് പോലീസുകാർ അടിയുണ്ടാക്കിയവർ തമ്മിൽ കൈ കൊടുത്ത് കെട്ടിപ്പിടിച്ച് പിരിഞ്ഞോളാൻ പറയും. അങ്ങനെ ആ പ്രശ്നം സോൾവ് ആക്കി ഇവർ വീട്ടിലേക്ക് തിരിച്ചു വരിക. വീട്ടിലേക്ക് വന്നിട്ടും ചെറുക്കന് ആ പെൺകുട്ടീനെ മറക്കാൻ കഴിഞ്ഞിട്ടില്ല. അവളുടെ ഓർമ്മ എന്നെ കണ്ണടച്ചാൽ അവ മുഖന്താൻ. വൈകിട്ട് അമ്മ ചുൻഹോട് അടുത്തേക്ക് വരും. അവനോട് അസ്ഥി കൂടെ മാറ്റിവെക്കി, അത് ഭാഗ്യദോഷ,
നീ എന്തിനാ എപ്പോഴും ഇതിനെയും കെട്ടിപ്പിടിച്ചിരിക്കണേ എന്ന് പറഞ്ഞ് ചീത്ത പറയുന്നുണ്ട്. അവൻ എന്തുകൊണ്ട് ഈ അസ്ഥികൂടത്തെ ഇത്ര ഇഷ്ടപ്പെടണേന്ന് മനസ്സിലായില്ല. അത് കഴിഞ്ഞ് അവന് വേണ്ട ജ്യൂസ് കൊടുത്തിട്ട്, അമ്മ ഞാനും അച്ഛനും കൂടെ ഒരു ലോങ് ട്രിപ്പ് പോവാൻ പോവാ, കുറച്ച് ദിവസങ്ങളാകും, അതുവരെ മുത്തശ്ശി നിന്നെ നോക്കിക്കോളും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ചുൻഹോ ചോദിക്കും, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നു, എത്ര ദിവസമാവും തിരിച്ചു വരാനെന്ന്. അമ്മ അതിന് മറുപടി പറയുന്നില്ല. അപ്പോഴേക്കും മുത്തശ്ശി വന്നു, ലൈറ്റ് ഓഫാക്കി കിടന്നോളൂ എന്ന് പറഞ്ഞിട്ട് അമ്മ അവിടെ നിന്ന് പോയി കളയും. അപ്പൊ അവൻ വിളിച്ച് ചോദിക്കുക, അമ്മ നോർമൽ യൂണിവേഴ്സിറ്റി എന്നെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അവിടേക്ക് പോയിക്കോട്ടെ, കാരണം ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിലാണ് അമ്മ അപ്ലൈ ചെയ്യാൻ പറഞ്ഞത്. എന്നാൽ ചുൻഹോയ്ക്ക് നോർമൽ യൂണിവേഴ്സിറ്റിയിൽ പോകാനാണ് താല്പര്യം. അമ്മ പറയും, സമ്മതിക്കില്ല, ഇനി അതിനെക്കുറിച്ച് എന്നോട് ചോദിക്കരുത്, നോ മീൻസ് നോ. ഇനി എന്റെ വാക്ക് ധിക്കരിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അവിടെ പോകാനുള്ള പണം ഞാൻ തരില്ല. ഇതും പറഞ്ഞ് മമ്മി പോയി കളയും. ചെറുക്കന് വിഷമായി. അത് കാണുമ്പോൾ മുത്തശ്ശി പറയാണ്, എന്റെ ഇൻവെസ്റ്റ്മെന്റ് പണമെല്ലാം ഭദ്രമായിരിപ്പുണ്ട്, നിനക്ക് വേണമെങ്കിൽ ഫീസിനുള്ള പണം ഞാൻ അതിന്ന് തരാം, വിഷമിക്കണ്ട, നിനക്ക് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോയിക്കോന്ന് പറയും. എന്നാൽ അതിന് മറുപടി പറയാതെ ലൈറ്റ് ഓഫ് ചെയ്ത് ചുൻഹോ കിടക്കുകയാണ്. പിറ്റേന്ന് മുത്തശ്ശി അവനെ വീണ്ടും പാർക്കിലേക്ക് കൊണ്ടുപോകുന്നു. മുതുക്ക മനുഷ്യരുടെ കൊയർ കൂട്ടായ്മ. അവർക്കിപ്പോൾ ചുൻഹോയെ ഡെയിലി കാണുന്നത് കൊണ്ട് വലിയ അലവസരമൊന്നുമില്ല. അവനാണെങ്കിൽ മൊബൈൽ ഫോൺസിൽ ഒരുപാട് കാര്യങ്ങൾ അറിയാലോ. അപ്പോൾ ഒരു അപ്പൂപ്പൻ, എനിക്ക് പെൻഷൻ കിട്ടുന്നില്ല, അവരെന്തോ OTP ചോദിക്കുന്നുണ്ട്, ഞാൻ ജീവനോടുള്ളത് കാണിക്കണോത്രേ, എനിക്കതിനെക്കുറിച്ച് അറിയില്ല, നീ ഒന്ന് സഹായിക്കൂടാന്ന് ചോദിച്ചിട്ട് അപ്പൂപ്പൻ ഫോൺ കൊടുക്കും. ചുൻഹോ ഫോൺ വാങ്ങിച്ചിട്ട് അപ്പൂപ്പന്റെ ഫോട്ടോ എടുക്കുക. പെൻഷൻ കിട്ടാനുള്ള ആപ്ലിക്കേഷനിൽ ഫോട്ടോ എടുത്തിട്ട്, പരിപാടി തീർന്നു, ഞാൻ OTP ടൈപ്പ് ചെയ്തിട്ടുണ്ട്, ഇനി നിങ്ങൾക്ക് പെൻഷൻ വന്നോളൂ എന്ന് പറയും. ഇത് കൂടുള്ള എല്ലാവർക്കും ഇഷ്ടമായി. അവരെല്ലാം കൂടി അവനെ പൊതിയ, നീ ഇത്രയും സ്മാർട്ടാണോ, ഞങ്ങൾക്കും ചില സംശയം ഉണ്ടെന്ന് പറഞ്ഞ് ചുറ്റും എല്ലാ മുത്തശ്ശന്മാരും കൂടി. ആ സമയത്താണ് ആ പാർക്കിൽ കളിക്കുന്ന നമ്മുടെ സുന്ദരി കൊച്ചങ്ങോട്ട് വരുന്നത്. അമ്മൂമ്മയ്ക്ക് കാര്യം പിടികിട്ടി. അമ്മൂമ്മ മെല്ലെ ചെന്ന്, അവന് കഴിക്കാനുള്ള സമയമായി, വെറുതെ അവനെ ശല്യപ്പെടുത്തല്ലേ, എല്ലാവരും മാറിപ്പോകുമെന്ന് പറഞ്ഞ് മൂത്താരെ എല്ലാം അവിടെ നിന്ന് മാറ്റിക്കളയും. സോ ആ പെൺകുട്ടിക്ക് നമ്മുടെ ചെറുക്കനോട് സംസാരിക്കാലോ. അവള് മെല്ലെ ചെറുക്കൻ്റെ അടുത്ത് വന്നിരുന്നിട്ട്, നിനക്ക് ഡ്രംസ് പ്ലേ ചെയ്യുന്ന ഒരുപാട് ഇഷ്ടമാണോ, അതുകൊണ്ടാണോ നീ ഇവരെ കൂടെ കൂടിയിരിക്കണമെന്ന് ചോദിക്കും. ചെറുക്കനാണെങ്കിൽ മുഴുവൻ നാണായി, എന്താ പറയണ്ടേന്നറിയില്ല. അത് പിന്നെ അങ്ങനെയാണെന്നാലും ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് തപ്പിക്കൊണ്ടിരിക്കുക. ഇവളുമെല്ലാം അവന്റെ കയ്യിലുണ്ടായിരുന്ന സ്റ്റിക്ക് മേടിച്ച് ഈ ഡ്രംസിൽ തട്ടി കളിക്കാൻ തുടങ്ങും. അപ്പോഴാണ് ഈ കൊയർ ഗ്രൂപ്പിലെ യഥാർത്ഥ ഡ്രംസ് പാപ്പൻ അങ്ങോട്ട് വരുന്നത്. എന്നെ ഒഴിവാക്കി നിങ്ങൾ പുതിയ ആളെ ചേർത്തെന്ന് കേട്ടു, എവിടെ കാണട്ടെ അവനെ, എന്നെക്കാളും കഴിവുണ്ടോന്ന് കാണട്ടെ, ആരാ അതെന്നും ചോദിച്ചിട്ട് ഇങ്ങനെ വരിക. വന്ന് നമ്മുടെ ചെറുക്കനെ കാണുമ്പോൾ, ഈ ബുദ്ധിയില്ലാത്ത ചെറുക്കനെയാണോ നിങ്ങൾ പിടിച്ച് ഡ്രംസ് ഏൽപ്പിച്ച്, അതിനൊരു കഴിവൊക്കെ വേണ്ടേ, ഇവനൊരു വികലാംഗനല്ലേ. ഇത് കേട്ടുടനെ നേരത്തെ നമ്മുടെ ചെറുക്കനെ കളിയാക്കിയ അമ്മച്ചി, അവൻ വികലാംഗനല്ല, അവന്റെ രോഗം സെറിബ്രൽ പാൾസിയാണ്, ആവശ്യമില്ലാത്തത് പറയില്ല തന്തേ, അവന്റെ അമ്മൂമ്മയുടെ കയ്യിൽ നിന്ന് അടി കിട്ടും നിനക്ക്, എനിക്കൊരു തവണ കിട്ടിയതാന്ന് പറയും. അപ്പൊ ആ പാപ്പൻ, ഞാൻ വയ്യാത്തവരെ കളിയാക്കാൻ വന്നൊന്നുമല്ല, ഇവന് കഴിവുണ്ടെങ്കിൽ അവൻ അത് ഡ്രമ്മിലടിച്ച് കാണിക്കട്ടെ, ആരാണ് ജയിക്കണേ നോക്കാന്നും പറഞ്ഞ് മുത്തശ്ശൻ അങ്ങേരെ കയ്യിൽ ഡ്രമ്മും വെച്ച് കുത്തിയിരുന്ന് അതിൽ തല്ലാൻ തുടങ്ങി. സംഭവം അടിപൊളിയായിട്ട് അപ്പൂപ്പൻ ഡ്രംസ് പ്ലേ ചെയ്യുന്നുണ്ട്. ഇനി അതിന് ബദലടി കൊടുക്കണം നമ്മുടെ ചെറുക്കൻ. സുന്ദരി പെണ്ണ് എന്താ ചെയ്യാന്ന് വെച്ചാൽ, താൻ വാങ്ങിച്ച സ്റ്റിക്ക് ഇവന് തിരിച്ചു കൊടുത്തിട്ട്, അങ്ങേരെ നീ തോൽപ്പിച്ച് കളയണം, നിന്റെ കഴിവ് കാണിക്കുന്നു പറയും. ചെറുക്കനും പൗരുഷത്തോടെ ആ സ്റ്റിക്ക് വാങ്ങിച്ചിട്ട് 2 കോലും വെച്ച് ഡ്രമ്മിട്ട് കുത്തുക. എങ്ങനെയൊക്കെയോ തടപുടയെന്ന് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. കുറച്ച് സൗണ്ട് വന്നപ്പോഴത്തേക്കും പെണ്ണ് കൈയടിക്കാൻ തുടങ്ങി. സൂപ്പർ സൂപ്പർ, അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ തന്നെ വീണ്ടും അടിക്കി. അപ്പൊ ആ മുത്തശ്ശൻ വീണ്ടും അടിക്കുന്നു. ഇവനും ബദലടിക്കി വീണ്ടും തടപുടയെന്ന് സൗണ്ട് ഉണ്ടാക്കി എന്തൊക്കെയോ താളത്തിൽ വീണ്ടും അടിക്കും, വിട്ടുകൊടുക്കില്ല. ഈ മത്സരം കാണുമ്പോൾ ചുറ്റുമുള്ളവർക്ക് ചൂടായി. അടിപൊളിയായിട്ടുണ്ട്, വീണ്ടും അടിക്കി വീണ്ടും അടിക്കി. എല്ലാവരും നമ്മുടെ ചെറുക്കനെ സപ്പോർട്ട് ചെയ്യുന്നു. ആ ഡ്രമ്മിൽ നിന്ന് സൗണ്ട് വരുന്നുണ്ടെന്നേ ഉള്ളൂ, ഒരു താളമൊന്നും ഉണ്ടാവില്ല. എന്നാലും ചെറുക്കൻ ശ്രമിക്കുന്നുണ്ടല്ലോ. തല്ലി 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 അങ്ങേരടിക്ക് പിടിച്ചു നിൽക്കുമ്പോൾ എല്ലാവരും നമ്മുടെ ചെറുക്കനെ സപ്പോർട്ട് ചെയ്ത് കൈയടിച്ച് അവനാണ് വിന്നർ എന്നും പറഞ്ഞ് പ്രഖ്യാപിക്കും. അങ്ങനെ ഡ്രമ്മ് കൂട്ടി നമ്മുടെ ചെറുക്കൻ ജയിച്ചു. മുത്തശ്ശി പറയും, ചെക്കനാണ് ജയിച്ചെങ്കിലും ഈ പ്രായമായ മനുഷ്യൻ ഒരുപാട് കാലമായില്ലേ നമ്മുടെ കൂടെ, പുള്ളിയോട് ക്ഷമിച്ചേക്കാം, ഒരു മൂലക്കിരുന്നോട്ടെ നമ്മുടെ കൊയറിൽ, നമുക്ക് അയാളെയും കൂടെ കൂട്ടാന്ന് പറയും. എല്ലാവരും ചുനുവയെ കൈയടിച്ച് അഭിനന്ദിക്കുന്നു. നമ്മുടെ സുന്ദരി പെണ്ണാണെങ്കിൽ ദൂരെ പോയി നിന്ന് ടാറ്റ കാണിച്ചിട്ട് അവിടെ നിന്ന് ഓടിപ്പോവും. ഇവൻ അവളെ തന്നെയാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മുത്തശ്ശിമാരുടെ ബഹളമൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ചെറുക്കൻ മെല്ലെ ഈ പെണ്ണിനെ അന്വേഷിച്ചു പോകും. അവൾ റെസ്റ്റ് റൂം ഭാഗത്തേക്കാണ് പോയിരിക്കുന്നത്. ഇവൻ അതിലേക്ക് സാധാരണ പോലെ കയറി ചെന്ന്, ഹലോ, നിങ്ങൾ ഇവിടെയാണോ വന്നത്, ഞാൻ ഇവിടെയാണ് വന്നതെന്ന് പറയും. അപ്പൊ ആ പെൺകുട്ടി ചോദിക്കുക, എല്ലാ ദിവസവും നിങ്ങൾ റിഹേഴ്സൽ ചെയ്യാറുണ്ടോന്ന്. ചുൻഹോ പറയും, ഇല്ല, ആഴ്ചയിൽ 3 ദിവസം. നീ എങ്ങനെയാ എപ്പോഴും ഇങ്ങോട്ട് വരാറുണ്ടോന്ന് ചോദിക്കും. അവള് പറയും, ഇല്ല, അമ്മ അനുവദിക്കുമ്പോൾ മാത്രമേ ഞാൻ വരാറുള്ളൂ, എനിക്ക് സമയം പീരീഡ് ഒന്നുമില്ല. എന്നിട്ട് അവൾ ചോദിക്കുകയാണ്, നിന്റെ പേരെന്താന്ന്. ചുൻഹോ പറയും, എന്റെ പേര് ലിയോ ചുൻഹോ. നിന്റെ പേരെന്താ? ഐ എം യായ. നീ ഡ്രംസ് അടിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്, എന്നെ WeChatൽ ചേർക്ക്, എന്റെ ID ഇതാണെന്ന് അവൾ പറയുമ്പം ചുൻഹോ പറയും, എനിക്ക് WeChat ഇല്ല, മൊബൈൽ ഫോൺ ഇല്ല, ഞാൻ വാച്ചാണ് ഉപയോഗിക്കുന്നത്. അവൾ ചിരിച്ചിട്ട്, നീ കൊച്ചുകുട്ടിയാണോ, നീ ഇപ്പോഴൊരു സ്റ്റുഡന്റ് ആണോ വാച്ച് ഉപയോഗിച്ചുകൊണ്ട് നടക്കണേ? ചുൻഹോ പറയും, ഞാൻ കൊച്ചുകുട്ടിയൊന്നും അല്ല, എനിക്ക് 20 വയസ്സായി, ഹൈസ്കൂളൊക്കെ കഴിഞ്ഞു, ഇനി കോളേജ് ജോയിൻ ചെയ്യാൻ പോവാ. എന്നാൽ ശരി, വീണ്ടും കാണാം. ഹൈസ്കൂൾ ഗ്രാജുവേറ്റഡ് ചുൻഹോ. ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് അവൾ ഇറങ്ങിപ്പോവാ. ഇവൾ ഇറങ്ങിപ്പോയി കഴിയുമ്പം ബാത്റൂമിനകത്തുണ്ടായിരുന്ന മുത്തശ്ശി പുറത്തു വന്നിട്ട്,
ഞാൻ ഇത്രയും നേരം ആ മണവും സഹിച്ച് പിടിച്ചിരുന്നിട്ട് നീ അവളുടെ പേര് മാത്രമേ ചോദിച്ചുള്ളൂ, വേറൊന്നും ചെയ്യാൻ പറ്റിയില്ലടാ നിനക്ക്. ചുനോയ്ക്ക് ആകെ നാണായി. ഈ മുത്തി ഇതിനകത്ത് ഇരിപ്പുണ്ടായിരുന്നു മനുഷ്യനെ നാണം കെടുത്താനായിട്ട്. അത് കഴിഞ്ഞ് ഒരു വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. അന്ന് രാത്രിയും നമ്മുടെ പെണ്ണിന്റെ സ്വപ്നം കാണും ചെറുക്കൻ. ആ സ്വപ്നത്തിൽ ചുനോയുടെ ശരീരത്തിനും കൈകാലുകൾക്കെല്ലാം നല്ല ശേഷിയുള്ള ഒരു സാധാരണ പയ്യൻ. അവർ രണ്ടുപേരും ഒരു പാർക്കിൽ കളിച്ചുകൊണ്ടിരിക്കുക. ഈ സ്വപ്നവും കണ്ട് അവൻ കാലത്ത് എഴുന്നേൽക്കുക. പതിവിലല്ലാത്തതുപോലെ തന്റെ ട്രൗസറിൽ ചെറിയ മാറ്റം അവൻ കാണുന്നുണ്ട്. എന്തു സ്വപ്നമാണോ കണ്ടത്? പാർക്കിൽ കുറച്ച് കൂടുതൽ കളികൾ നടന്നിട്ടുണ്ട്. അപ്പോഴാണ് മുത്തശ്ശി കയറി വരിക. നീ എഴുന്നേറ്റിലിടാന്ന് ചോദിച്ചിട്ട് ഇവൻ കാല് മടക്കി വെച്ച് പുറത്തിറങ്ങിപ്പോ. മുത്തശ്ശി വരണ്ട, ഞാനിപ്പോൾ എഴുന്നേറ്റ് വന്നോളാം, ആദ്യം പുറത്തിറങ്ങിപ്പോന്നും പറഞ്ഞ് മുത്തശ്ശി അവിടെ നിന്ന് ഓടിക്കും. മുത്തമ്മയ്ക്ക് കാര്യം മനസ്സിലായി, ചെറുക്കൻ വളർന്നിരിക്കുന്നു. അവൻ ഉടനെ എഴുന്നേറ്റ് തന്റെ ഇട്ടിരുന്ന തുണിയെല്ലാം കൊണ്ടുപോയി വാഷിംഗ് മെഷീനിലിടും. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വരുമ്പം സൂപ്പിനകത്ത് എന്തോ ഇട്ട് കൊടുത്തിട്ടുണ്ട് മുത്തശ്ശി. അവനെ കളിയാക്കാൻ വേണ്ടി ഇട്ട് കൊടുത്താന്ന് തോന്നുന്നുണ്ട്. എന്താ പറയണ്ടേന്നറിയില്ല ചെറുക്കന്. അപ്പൊ മുത്തശ്ശി ചോദിക്കുകയാണ്, ഹൈസ്കൂളിൽ നിനക്ക് സെക്സ് എഡ്യൂക്കേഷൻ ക്ലാസ് കിട്ടിയിട്ടുണ്ടാവുമല്ലോ? ചുനോ പറയും അതേന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ഈ പ്രായത്തിൽ ഒരു പയ്യന് സംഭവിക്കേണ്ട നോർമൽ റിയാക്ഷൻസ് ആണ് നിനക്ക് സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നിന്റെ ബോഡി ഒരു സാധാരണ മനുഷ്യന്റെ പോലെ തന്നെ നോർമലായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ചുനോ പറയും അതിനെക്കുറിച്ച് സംസാരിക്കണ്ട, എനിക്ക് മറ്റൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഏതെങ്കിലും കഫേയിൽ ജോലിക്ക് ചേർന്നാലോ എന്നാലോചിക്കുക. എനിക്ക് ജോലിക്ക് പോകണം. അപ്പൊ മുത്തശ്ശി ചിരിച്ചിട്ട്, എന്തിനാ ജോലിക്ക് പോയി പണം ഉണ്ടാക്കിയിട്ട്? ഏതെങ്കിലും പെൺകുട്ടിയെ ഡേറ്റിന് കൊണ്ടുപോകാൻ പ്ലാൻ ഉണ്ടോ? ചുനോ പറയും അതല്ല, യൂണിവേഴ്സിറ്റി പോകേണ്ട കാശ് ഞാൻ തന്നെ ഉണ്ടാക്കാൻ പോവാ, എനിക്ക് ജോലിക്ക് പോകണം. അപ്പൊ മുത്തശ്ശി പോയിട്ട് ഒരു മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് വന്ന് ചെറുക്കന് കൊടുക്കും. നീ പണം ഉണ്ടാക്കി മൊബൈൽ ഫോൺ വാങ്ങിക്കുന്നത് വരെ ഇത് ഉപയോഗിച്ചോന്ന് പറയും. അവന് സന്തോഷമായി. അത് കഴിഞ്ഞ് വസ്ത്രം മാറി ചെറുക്കൻ ജോലി അന്വേഷിക്കാൻ പോവാ. അതും ഒറ്റയ്ക്ക് തന്നെ പോകണമെന്നുള്ള വാശിയില്ല. മുത്തശ്ശി ഞാനും കൂടെ വരട്ടെ എന്ന് പറയുമ്പോൾ അനങ്ങി പോകരുത്, ഞാനൊരാണായി ഞാൻ ഒറ്റയ്ക്ക് പോകും, ഒറ്റയ്ക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കും, അവിടെ തന്നെ നിന്നോന്നും പറഞ്ഞ് മുത്തശ്ശിയെ വീട്ടിൽ വിട്ട് ചുനുവോ കഷ്ടപ്പെട്ട് നടന്ന് റോഡ് ക്രോസ് ചെയ്യാനുള്ള സ്ഥലത്തെത്തി. ചുറ്റുള്ളവരുടെ നോട്ടമൊന്നും ശരിയല്ല. നമ്മുടെ പയ്യൻ അതൊന്നും മൈൻഡ് ചെയ്യില്ല. വളരെ തിരക്കുള്ള റോഡാ. ഒരു മിനിറ്റ് സമയം കിട്ടിയാ കിട്ടി. സിഗ്നലിൽ 1 മിനിറ്റ് സമയത്തിനുള്ളിൽ ക്രോസ് ചെയ്യണം. എല്ലാവരും വേഗത്തിൽ പോവെങ്കിലും ചുനുവോയ്ക്ക് അത്ര വേഗത്തിൽ പോകാൻ പറ്റില്ല. അവൻ കഷ്ടപ്പെട്ട് ഏന്തി വലിഞ്ഞ് അവസാനം സിഗ്നൽ മാറുന്നതിന് മുന്നേ തന്നെ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞു. ചെറുക്കന് അഭിമാനമായി, സ്വന്തം കഴിവിലെ ആത്മാഭിമാനം. അങ്ങനെ പ്രൗഡായി സന്തോഷത്തോടെ ചേട്ടായി പോവുകയാണ് ഒരു കഫേ സെന്ററിലേക്ക്. വീട്ടിൽ നിന്ന് അധിക ദൂരമില്ലാത്തൊരു കഫേ സെന്റർ. ഇവിടെ പയ്യനെ ഒറ്റയ്ക്ക് പറഞ്ഞു വിട്ടെങ്കിലും അവന് പുറകെ അവൻ അറിയാതെ ഫോളോ ചെയ്ത് മുത്തശ്ശി വന്നിട്ടുണ്ട്. അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ, അവൻ എന്തെങ്കിലും സംഭവിച്ചാലോ പേടിയുണ്ടാവില്ലേ. അവരിവനെ കാണാതെ അടുത്ത കടയിൽ കയറി ഒളിച്ചിരിക്കും. അപ്പൊ ചുനുഹോ ഈ കഫേ സെന്ററിൽ കയറി വന്നിട്ട്, നിങ്ങളെ മാനേജർ ആരാ? എനിക്കിവിടെ ഒരു ജോലി വേണം, ഇതാണ് എൻ്റെ റെസ്യൂമേ എന്ന് പറഞ്ഞ് പയ്യൻ്റെ റെസ്യൂമേ കൊടുക്കും. അപ്പം അതിൻ്റെ ഓണർ കാണാൻ ചെറുപ്പക്കാരനായ ചന്തുള്ളൊരു പയ്യൻ. അയാൾ വന്നിട്ട് ചുനോയെ കണ്ട് നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. ചുനോ പറയും എനിക്ക് സെറിബ്രൽ പാൾസിയാ, ന്യൂറോളജിയിലെ അൺസോൾവ്ഡ് മിസ്റ്ററിയാണത്, ഇതിന് മരുന്നൊന്നുമില്ല, പക്ഷെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റും. അപ്പൊ ഓണർ ചെറുക്കൻ ചോദിക്കുകയാണ് നിങ്ങൾക്ക് എത്ര നേരം നിൽക്കാനും നടക്കാനും കഴിയും? ചുനോ പറയും എനിക്ക് എത്ര നേരം വേണമെങ്കിലും നിൽക്കാനൊക്കെ കഴിയും, നടക്കാനാണെങ്കിൽ ഒരു 10 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ കുറച്ചു നേരം എവിടെയെങ്കിലും പിടിച്ച് നിൽക്കണം, അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ നടക്കും, പക്ഷെ ജോലിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കില്ല, ഞാൻ എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം, മുഴുവനായി നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്ത് ജോലി ചെയ്യാം. ഇതെല്ലാം ചുനോ പറയുമെങ്കിലും അവൻ്റെ ഹെൽത്ത് കണ്ടീഷൻ കണ്ട് അവനവിടെ ജോലി ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള സംശയമാണ് ഓണർക്ക്. ഓണർ പറയും ഇവിടുത്തെ ജോലിയിൽ ഒരുപാട് ടാസ്ക് ഉണ്ട്. കോഫിയുടെ പേര്, അതിൻ്റെ വില, വിവരങ്ങളെല്ലാം മനപ്പാടാക്കണം, മണി ഹാൻഡിൽ ചെയ്യണം, പാത്രങ്ങൾ കഴുകി വയ്ക്കാനുണ്ടാവും, ഇതെല്ലാം ഓർത്തിരിക്കാനുള്ള IQ ലെവൽ വേണം, പിന്നെ കുറേ അധികം നടക്കേണ്ടിയും വരും. നിങ്ങളെക്കൊണ്ട് അത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഒന്ന് നടന്ന് കാണിക്കാൻ പറ്റുമോ? ചുനോ ഞാൻ നടന്നു കാണിക്കാം, ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്ത് കാണിക്കാം, നിങ്ങൾ കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് അവൻ ആ കോഫി സെന്ററിലെ ഫ്ലോറിൽ കൂടെ നടക്കാണ്. അതിന്റെ ഏറ്റവും എഡ്ജിലേക്ക് നടക്കും. ചെറുക്കൻ കഷ്ടപ്പെട്ട് നടന്നു പോണ കാണുമ്പോൾ ഓണർക്ക് എന്നെ സങ്കടം വരും. ശരി കുഴപ്പമില്ല, തിരിച്ചു വരൂ, ഞങ്ങൾക്ക് മനസ്സിലായി, തിരിച്ചു വരൂ എന്ന് പറയുന്നുണ്ട്. എന്നാലും അവൻ തിരിച്ചു വരില്ല. കഷ്ടപ്പെട്ട് മെല്ലെ ഏന്തി വരിഞ്ഞ് നടന്ന് ആ കഫേ സെന്ററിന്റെ ഏറ്റവും എഡ്ജിലേക്ക് ചെന്ന് അവിടുത്തെ ലിസ്റ്റ് മുഴുവൻ വായിച്ചിട്ട് തിരിഞ്ഞു നടക്കുകയാണ്. തിരിഞ്ഞടക്കുമ്പോൾ അവൻ വിളിച്ചു പറയുന്നുണ്ട് എല്ലാവരും ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കൂ, ഇന്നത്തെ മെനു ഐറ്റംസിലുള്ള എല്ലാ വിഭവങ്ങളും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നു. ഇന്ന് നമ്മുടെ കടയിൽ സ്റ്റീം ലാമ്പ് ഉണ്ട്, സ്റ്റീംഡ് പിയർബോ ഉണ്ട്, ഡിയർ ടെയിൽ ഉണ്ട്, റോസ്റ്റ് ടക്ക് ഉണ്ട്, റോസ്റ്റ് ചിക്സ് ഉണ്ട്, റോസ്റ്റ് ഗോസ്ലിംഗ് ഉണ്ട്, കേർഡ് മീറ്റ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, പിഗ് സ്റ്റൊമക്ക് ഉണ്ട്. എല്ലാവരും അവനെ ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷെ ദയോടുകൂടിയാണ് നോക്കുന്നത്. കുറേ ഐറ്റംസ് പറഞ്ഞ് അവസാനം ശ്വാസം മുട്ടി കുറച്ചു നേരം റെസ്റ്റ് ചെയ്യണമല്ലോ. ഒരു ഭാഗത്ത് പിടിച്ചു നിന്നിട്ട് വീണ്ടും ചെറുക്കൻ പറയാൻ തുടങ്ങും. അവിടെയുള്ള എല്ലാ വിഭവങ്ങളെ പറ്റിയും ഒരു പൊടിക്ക തെറ്റില്ലാതെ വളരെ വൃത്തിയായി അവൻ പറഞ്ഞു. നല്ല ഓർത്തിരിക്കാനുള്ള മെമ്മറി പവർ ഉണ്ട്. എന്നാൽ ഇടയ്ക്കൊരു ശ്വാസം മുട്ടും ക്ഷീണവും വരുന്നുണ്ട്. ആ സമയം പിടിച്ചു നിന്നിട്ട് വീണ്ടും പറയാൻ തുടങ്ങും. എല്ലാം പറയും.
പറഞ്ഞിട്ട് അവസാനം ഓണർക്ക് മുന്നേ വന്ന് അവിടുത്തെ പൈപ്പിൽ പിടിച്ച് നിൽക്കുക. ഓണർക്ക് ഇതെല്ലാം കണ്ട് സങ്കടമായി. അയാൾ പറയും, സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊരു നോർമൽ പേഴ്സണെയാണ് വേണ്ടത്. നിങ്ങളോടിത് പ്രസന്റ് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് എന്നോട് ക്ഷമിക്കൂ എന്ന് ഓണർ പറയുന്നുണ്ട്. അപ്പൊ ചുനുവോ, ഞാനൊരു നോർമൽ പേഴ്സൺ ആണ്, എനിക്ക് നല്ല മെമ്മറി പവറും ഉണ്ട്. ഇതും പറഞ്ഞവൻ സങ്കടപ്പെട്ട് നിൽക്കുന്ന കാണുമ്പോൾ നമ്മുടെ നെഞ്ച് വിങ്ങാൻ തുടങ്ങും. ഈ സീനൊക്കെ ആണെങ്കിൽ എനിക്ക് ഒരുപാട് സങ്കടം തോന്നിയതാ. തനിക്കൊരു ജോലി കൊടുത്തുവിടോ മുതലാളി. അത് കഴിയുമ്പോൾ അടുത്ത സീനില് മുത്തശ്ശിയും ചുനുവയും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. ചെറുക്കൻ കണ്ടുപിടിച്ചു മുത്തശ്ശി പുറകെ വന്ന്. മുത്തശ്ശി ചോദിക്കുകയാണ്, നീ എപ്പോഴാടാ ഞാൻ പുറകെയുള്ളത് മനസ്സിലാക്കിയത്? ചുനു പറയും, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് അറിയായിരുന്നു മുത്തിയമ്മന്റെ പുറകെ ഉണ്ടാവുമെന്ന്. കുഴപ്പമില്ല, എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ. അപ്പൊ മുത്തശ്ശി പറയും, ജോലി കിട്ടിയില്ലെങ്കിൽ വിട്ടേക്ക്, അവർക്ക് നിന്നെ ഹയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് അവരുടെ നഷ്ടം. നിന്റെ കഴിവൊന്നും അവർക്ക് അറിയില്ലെന്നേ. പിന്നെ കോഫി കുടിക്കുമ്പോൾ ഹാർട്ടിന് പ്രശ്നങ്ങൾ ഉണ്ടാവൂത്രേ. ഒരുപാട് പേര് മരിച്ചു പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കോഫി സെന്ററിലൊന്നും അധികകാലം ഉണ്ടാവില്ല, എല്ലാം അടച്ചുപൂട്ടും. പിന്നെ അവിടെ ജോലി ചെയ്തിട്ട് എന്തിനാ? മുത്തശ്ശി ഇത് പറയുമ്പം ചുനുവ മുത്തശ്ശിയോട് ചോദിക്കും, മുത്തശ്ശി എനിക്കൊരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങണം. എന്തിനാ? എൻ്റെ സാലറി അക്കൗണ്ടിലല്ലേ വരിക, അതിന് ബാങ്ക് അക്കൗണ്ട് വേണമെന്ന് അവർ പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ അമ്മച്ചി ഞെട്ടിപ്പോവും. എടാ തെണ്ടിച്ചക്ക, നിനക്കപ്പം അവിടെ ജോലി കിട്ടിയല്ലേ? അവൻ ചിരിച്ചിട്ട് അതേന്ന് പറയാ. അമ്മച്ചി കുറെ അവനെ തല്ലിയിട്ട് എന്നെ പറ്റിച്ചു കളഞ്ഞു. ഇപ്പം ജോലി കിട്ടി, നിറച്ച് പണം ഉണ്ടാക്കാൻ പറ്റും, സ്വന്തമായിട്ട് മൊബൈല്, തുണികള്, തകർക്കാണല്ലോ നീ. അപ്പൊ ചുനുവ പറയും, പണത്തിന് വേണ്ടിയല്ല ജോലി, ഒരു മനുഷ്യന്റെ ആത്മാഭിമാനമല്ലേ മുത്തശ്ശി, സ്വന്തമായിട്ട് ജോലിയും വരുമാനവും, അതല്ലേ മാന്യത. അത് കേൾക്കുമ്പോൾ മുത്തശ്ശിയുടെ കണ്ണുകൾ കലങ്ങും. ഞാൻ കരഞ്ഞിട്ടില്ല, എനിക്ക് സന്തോഷം വന്ന് ഒന്ന് കെട്ടിപ്പിടിക്കട്ടെ എന്ന് പറഞ്ഞ് മുത്തശ്ശി ചെറുക്കനെ കെട്ടിപ്പിടിക്കുന്നു. അത് കഴിഞ്ഞ് അവൻ്റെ നോർമൽ ലൈഫ് ഇങ്ങനെ പോവാണ്. കൂട്ടുകാരായിട്ട് പാർക്കിൽ കുറച്ച് സമയം കളിയും തമാശയും, കൊയർ ടീമിൻ്റെ ഒപ്പം ഡ്രംസ് പ്രാക്ടീസ്, കോഫി സെന്ററിലെ ജോലി, ഇങ്ങനെ വളരെ സന്തോഷമായിട്ട് ചെറുക്കൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ 1 മാസമായി അവൻ്റെ അക്കൗണ്ടിൽ സാലറി വന്നിട്ടുണ്ട്, അതെടുക്കാൻ പോയിരിക്കുക. മുത്തശ്ശി അവനെ അഭിനന്ദിക്കും. ഒരുപാട് സന്തോഷം തോന്നുന്ന സമയത്ത് പയ്യൻ കവിത എഴുതാറുണ്ട്. ഇപ്പോൾ പുതിയൊരു കവിത എഴുതിയിട്ടുണ്ട്. നീ മേഘങ്ങൾക്കിടയിലുള്ള നക്ഷത്രമാകുന്നു, ഞാനോ തനിമയുടെ പുഴയിലൊഴുകുന്ന ഒരു വിചിത്രനോ. ഈ 2 വരി മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ എന്താ എഴുതണ്ടേന്ന് അവൻ ആലോചിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലാണെങ്കിൽ പ്രണയം പൊട്ടി വിരിഞ്ഞിട്ടുമുണ്ട്. പാർക്കിലേക്ക് പോകുന്നതിന് മുന്നേ സ്റ്റൈലൊക്കെ ആക്കിയിട്ടാണ് പോകുന്നത്. ഈ അമ്മച്ചിമാർക്ക് തന്നാൽ കഴിയുന്ന ടെക്നിക്കൽ ക്ലാസ്സിൽ എടുത്ത് കൊടുക്കുന്നുണ്ട് അവൻ. ഇങ്ങനെ ദിവസങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അമ്മയുടെ കയ്യിൽ നിന്ന് ഫോൺ. ഇപ്പം മുത്തശ്ശി മാത്രമല്ലേ ഉള്ളൂ കൂടെ, അമ്മയച്ഛനും പുറത്തു പോയിരിക്കുകയല്ലേ. പെട്ടെന്ന് അമ്മ വിളിക്കുന്നു. മുത്തശ്ശി ഓടി വന്ന് നല്ല കോലത്തിരിക്കി, പുസ്തകം എടുത്ത് വായിക്കുന്നത് പോലെ ഇരിക്കി. നിന്റെ അമ്മ വിളിക്കുന്നു എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് ഇവൻ പഠിക്കുന്നത് പോലെ ഇവനെ കാണിച്ചു കൊടുത്തിട്ട് അവനൊരു കുഴപ്പമില്ല, മുഴുവൻ പഠനത്തിൽ മാത്രമാണ് ശ്രദ്ധ. നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്, എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യുന്നുണ്ട്, മെഡിക്കൽ ടെസ്റ്റ് നടത്തുന്നുണ്ട്, ഇവിടെ ഒരു കുഴപ്പമില്ല എന്ന് പറയും. അങ്ങനെ അമ്മയെ പറ്റിച്ചതിന് ശേഷം പിറ്റേന്ന് തൻ്റെ കൂട്ടുകാരെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുവന്ന് വീട്ടിൽ വലിയ പാർട്ടി നടക്കുക. അപ്പോൾ ആ സുന്ദരി പെണ്ണുണ്ട്. അവളെ മെല്ലെ ചെറുക്കനോട് സംസാരിച്ച് അവൻ്റെ മുറിയിലേക്ക് കൊണ്ടുവരും. ബാക്കിയുള്ള മുത്തശ്ശന്മാരുടെ കയ്യിൽ നിന്ന് അവനെ മാറ്റി നിർത്തി ഇവൻ്റെ മുറിയിലൂടെ നടന്ന് കുറേ പുസ്തകങ്ങളുണ്ടല്ലോ, നീ ഇതെല്ലാം വായിക്കുമോ എന്ന് ചോദിക്കും. അവൻ്റെ മുറിയിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അപ്പോൾ ചുനു പറയും, എന്നെപ്പോലെ ഒരാൾക്ക് വേറെന്താണ് ജോലി? എൻ്റെ കബോർഡിലുള്ള എല്ലാ പുസ്തകങ്ങളും ഞാൻ ഇതിനോടകം വായിച്ചു കഴിഞ്ഞു. ചെറുക്കനെയും പെണ്ണിനെയും കാണാത്തോണ്ട് മുത്തശ്ശി എവിടെ ചെക്കനും പെണ്ണും എന്ന് മറ്റൊരു ഡാഡിയോട് ചോദിക്കുകയാണ്. പുള്ളിക്കാരൻ പറയും, അവർ ബെഡ്റൂമിലേക്ക് പോയെന്ന്. ഇത്രയും പെട്ടെന്നോ? ഭയങ്കര ഫാസ്റ്റ് ആണല്ലോ. അങ്ങനെ കമന്റ് പറയുന്നുണ്ട് മുത്തശ്ശി. സുന്ദരിയാണെങ്കിൽ ഓരോ പുസ്തകങ്ങളായിട്ട് ചെക്ക് ചെയ്ത് ഇവന്റെ ഡയറി എടുത്ത് നോക്കുമ്പോൾ കുറെ കവിതകളുണ്ട്. ഈ കവിതകളൊക്കെ നീ എഴുതിയതാണോ? നല്ല രസമുണ്ടല്ലോ, നീ അപ്പോൾ ഒരു കവി കൂടിയാണ്. അത് കേൾക്കുമ്പോൾ ചുനുവോ ആ ഡയറിക്കകത്ത് ഒരു പ്രത്യേക പുതിയ കവിത എടുത്ത് കാണിച്ചു കൊടുക്കും. ഇത് ഞാൻ നിനക്ക് വേണ്ടിയിട്ടാണ് എഴുതിയിട്ടുള്ളതെന്ന് പറയും. നീ മേഘങ്ങൾക്കിടയിലെ നക്ഷത്രമാകുന്നു, ഞാനോ തനിമയുടെ പുഴയിൽ സഞ്ചരിക്കുന്ന ഒരു വിചിത്രം. ഇത്രയുള്ളോ? ബാക്കി എവിടെയെന്ന് ചോദിക്കുമ്പോൾ ബാക്കി ഇനിയും എൻ്റെ മനസ്സിൽ വിരിഞ്ഞിട്ടില്ല. വിരിയുമ്പോൾ ഞാനത് എഴുതാമെന്ന് പറയാവൻ. അവിടെ അടച്ചുപൂട്ടിയൊരു പെട്ടിയുണ്ട്. അതിനകത്ത് എന്താണെന്ന് അവൾ ചോദിക്കുമ്പോൾ അവൻ്റെ ചത്തുപോയ ഒരു പൂച്ചക്കുട്ടിയുടെ അസ്ഥിയാണെന്ന് അവൻ പറയും. അതിനെ തെരുവീന്ന് കിട്ടിയതാ. അതിന് 3 കാലുകളെ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ നടത്തം എന്നെപ്പോലെയായിരുന്നു, ഒരു സ്ഥിരതയില്ലാത്ത നടത്തം. അത് കണ്ടപ്പോൾ ഞാനതിനെ വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോന്നു. ഒരു 5 വർഷം വളർത്തി. അത് കഴിഞ്ഞപ്പോൾ അത് ചത്തുപോയി. അതിൻ്റെ അസ്ഥിയാണത്. ഇങ്ങനെ ഇവരെ സംഭാഷണം മുറിക്കകത്ത് നടക്കുമ്പോൾ പുറത്ത് മുത്തശ്ശിയുടെ ഫോണിലേക്ക് അമ്മ വിളിക്കുന്നു. മുത്തശ്ശി എല്ലാവരോടും സൈലന്റ് ആയിട്ട് ഇരിക്കാൻ പറഞ്ഞ് ഫോൺ എടുത്ത്, ഹലോ, എന്താ മോളെ വിളിച്ചേ? നിനക്ക് സുഖല്ലേ? എന്താ ചെയ്തുകൊണ്ടിരിക്കണേന്ന് ചോദിക്കും. അപ്പം മോള് പറയും, ഞാൻ എൻ്റെ കീ മറന്നു, ഒന്ന് വാതിൽ തുറക്കുമെന്ന്. അമ്മച്ചി ഞെട്ടി. എന്താ നീ പറഞ്ഞേ? നീ ഇപ്പം എവിടെയുള്ളേ? ഞാൻ വീടിന് പുറത്തുണ്ട്, വാതിലൊന്ന് തുറക്കെന്ന് പറയും. അമ്മച്ചി ഭയം കാണിക്കാതെ ചിരിച്ചോണ്ട്, നീ എന്താ ഇപ്പോ വീട്ടിലേക്ക് വന്നേ? എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ട് കതക് തുറക്കുക. പെട്ടെന്നുണ്ട് ഭക്ഷണം റെഡിയായേന്നും പറഞ്ഞ് ബാക്കിയുള്ള മുത്തശ്ശിമാരൊക്കെ ഓടി ടേബിളിലേക്ക് വരുന്നുണ്ട്. ഇവരെല്ലാം എൻ്റെ കൊയർ ബഡ്ഡീസാ, ഒരു ചെറിയ വിരുന്നിന് വന്നാന്ന് പറയും. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല. ഈ സമയത്ത് മുറിക്കകത്ത് നമ്മുടെ സുന്ദരി കൊച്ച് ചുനുവയോട് ചോദിക്കുകയാണ്, നിനക്ക് ആമ്പിള്ളേരെ പോലെ ടെംപ്റ്റ് ആയി കഴിഞ്ഞാൽ ബോണറൊക്കെ ഉണ്ടാവുമെന്ന്. അവനാകെ നാണാവും.
ഒന്നും പറയില്ല, നാണിച്ച് തല താഴ്ത്തിയിരിക്കുക. വീണ്ടും 1-2 വർത്താനമൊക്കെ പറഞ്ഞ് ചെറുക്കൻ മെല്ലെ പെണ്ണിന്റെ അടുത്തേക്ക് പോയി അവളുടെ മുടി ഒതുക്കി കൊടുക്കും. അവനാൽ കഴിയുന്ന രീതിയിൽ അവൻ റൊമാൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ എല്ലാരെയും പോലെ 20 വയസ്സ് പ്രായമുള്ള ഒരു അഡൾട്ട് മാനാണ്. എനിക്ക് എല്ലാ ഫീലിങ്സും ഉണ്ട്. നീ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതിന് നന്ദി. എന്നോട് ആരും അങ്ങനെ ചോദിക്കാറില്ല. മനുഷ്യർ വിചാരിക്കുന്നത് ഞങ്ങളെപ്പോലുള്ളവർക്ക് തിന്നാനും വിസർജിക്കാനും ഉള്ളത് മാത്രം കൊടുത്താൽ മതി, അതിന്റെ ആവശ്യമുള്ളൂ എന്നാണ്. ഇത് ചുനുവ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അമ്മ മുറിക്കകത്തേക്ക് കയറി വരുന്നത്.